നമസ്തേ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടിപ്പ് കണ്ടപ്പോൾ ഒരു മോൾ എന്നോട് വിളിച്ചു ചോദിച്ചു, മോളുടെ തലയെല്ലാം താരനാണ്, എന്താണ് അതിനൊരു പ്രതിവിധിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്താ വിഷമം, നമ്മുടെ ഇല്ലേ ടിപ്സൊക്കെ ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞു തരാമല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യമേ ഒരു വീഡിയോ ഇട്ടിരുന്നതിനകത്ത് കഞ്ഞിവെള്ളവും ബീറ്റ്റൂട്ടും അതിനകത്ത് തേയിലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് തിളപ്പിച്ച് എല്ലാം ആറിയെടുക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏതാ ഈസിയെന്ന് വെച്ചാൽ അന്നേരം അത് ചെയ്തോണം. കാരണം ഇതിനൊന്നും നമുക്ക് ഒരുപാട് സമയങ്ങൾ വേസ്റ്റ് ചെയ്യാനുമില്ല, പൈസ ചിലവാക്കേണ്ട ആവശ്യവുമില്ല, എന്നാൽ എല്ലാ കാര്യവും ഭംഗിയാവുകയും വേണം. നമ്മൾ ഇതൊക്കെ ബുദ്ധിപൂർവ്വം ഓരോ നിമിഷങ്ങളും കൈകാര്യം ചെയ്താൽ നമുക്ക് ഈസിയാണ്. ഇതെല്ലാം നമ്മുടെ തലയിലുണ്ടാകുന്ന സർവ്വരോഗത്തിന് ഇതൊക്കെ നല്ലത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നത് ഈ താരനുള്ളവർക്ക് വേണ്ടി സ്പെഷ്യലാണ്. അല്ല ഉള്ളവർക്കും തേക്കാൻ നല്ലതാണ്. കാര്യം വേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയും കൂടെ അതിനകത്ത് ആഡ് ചെയ്യണം. അപ്പം നമ്മുടെ തലയിലെ താരനെല്ലാം മാറിക്കിട്ടും. അങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് തിളപ്പിച്ചിട്ട് സ്വല്പം നാരങ്ങ നീരും കൂടെ ഒഴിച്ചാലും നല്ലതാണ്. ഏതാണ് നമ്മുടെ കയ്യിലുള്ള സാധനം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഏതാണ് ഈസി എന്ന് വെച്ചാൽ അത്. പിന്നെ അതിൻ്റെ കൂടെ കീഴാർനെല്ലി എന്നുണ്ട്, അതും ഏറ്റവും നല്ലതാണ്. അതുകൂടെ ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം തണുപ്പിച്ചതിന് ശേഷം ഒരു സ്റ്റീൽ പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. നമുക്ക് തണുത്തതിന് ശേഷം അത് തലയിൽ പുരട്ടി താരനുള്ളവർക്ക് കുറച്ച് ഒരു 10-15 മിനിറ്റ് തലയിൽ ഇരിക്കണം. അങ്ങനെ ഇരുന്നാൽ കഴുകിക്കഴിഞ്ഞ് 2-3 ദിവസത്തെ തേച്ച് കഴിഞ്ഞ് ഒരാഴ്ചക്കകം തന്നെ നല്ല റിസൾട്ട് കിട്ടും. തലയിൽ താരനൊക്കെ പോയി കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല സ്വല്പം കടുക് അരച്ച് തലയിൽ തേച്ചാലും നല്ലതാണ്. അതില്ലാതെ പണ്ട് ഞങ്ങളൊക്കെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കിഴങ്ങെന്ന് ഒരു സൈസ് കിഴങ്ങുണ്ടായിരുന്നു. മധുരക്കിഴങ്ങല്ല, വേറൊരു കിഴങ്ങാണ്. അത് കല്ല് ആറ്റി പോകുമ്പോൾ അതേ ഒരു പീസും കൂടെ പോയി കല്ലിൽ ഉരച്ചിട്ട് അതിൻ്റെ മിശ്രിതം തലയിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് താളിക്ക് പകരം തേച്ച് പിടിപ്പിച്ചിട്ട് ആറ്റിലെ വെള്ളത്തിൽ കളയും. അപ്പം അങ്ങനെ കഴുകിക്കളഞ്ഞാൽ താരൻ ഒരിക്കലും നമ്മുടെ തലയിൽ ബാധിക്കത്തില്ല. ഇനിയും അടുത്ത ഒരു വീഡിയോയിൽ ഇനി എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ അതിനുള്ള ടിപ്സും കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സബ്സ്ക്രൈബും കമൻസും ലൈക്കുമാണ് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ടിപ്സുകൾ ഇടാൻ പ്രേരിപ്പിക്കുന്നത്. അതെല്ലാം നിങ്ങളുടെ ഒരു സന്തോഷം പങ്കുവയ്ക്കുക, അതാണ്. അതിന് വലിയ ചിലവൊന്നുമില്ല, കൈകൊണ്ടൊന്ന് ടച്ച് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒക്കെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത ഒരു വീഡിയോ ഞാൻ അധികം താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.